പുലിക്കാട്ടിൽ ചാർലി എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന പുലിതൂക്കിൽ മഹേഷ് സുബ്രൻ എൻ്റെ അമ്മാവൻ്റെ മകനാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. നാട്ടിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യം പറയുന്ന പേര് മഹേഷിൻ്റെ തന്നെ ആയിരിക്കും. 1997 ഞങ്ങൾ ഒരുമിച്ചാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ മഹേഷ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലിലേക്ക് ഇറങ്ങിയായിരുന്നു. എന്നെ ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിപ്പിച്ചതൊക്കെ മഹേഷാണ്. മഹേഷിൻ്റെ കൂടെ നടന്നിട്ടാണ് ഞാൻ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചത്. നാട്ടിൽ നമ്മൾ എപ്പോൾ ചെന്നാലും എന്താവശ്യത്തിന് വിളിച്ചാലും ഒരു ഒഴിവഴിവും പറയാതെ കൂടെ നിൽക്കുന്ന ചങ്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള കൂട്ടുകാരനാണ്. കഴിഞ്ഞ തവണ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് പലപ്പോഴും ഇവനെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴോ വിളിക്കുമ്പോഴൊക്കെ കിട്ടാറുണ്ടായിരുന്നില്ല. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഫോൺ കുറച്ച് കംപ്ലൈൻ്റ് ആയി, പഴയതായി, ഹാങ് ആയി തുടങ്ങിയിട്ടുണ്ട്, ഒരെണ്ണം മാറ്റി മേടിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോഴും ഒരു ഫോൺ വാങ്ങി തരണം എന്നുള്ള കാര്യമൊന്നും ഒരിക്കലും അവൻ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടില്ല. സാധാരണ പലപ്പോഴും നാട്ടിലുള്ള പല സുഹൃത്തുക്കളും നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഐഫോൺ വാങ്ങിക്കൊണ്ടുവരെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫോണിൻ്റെ മോഡൽ നമ്പറൊക്കെ അയച്ചു തന്നിട്ട് അടുത്തവണ വരുമ്പോൾ ഒരെണ്ണം വാങ്ങിക്കൊണ്ടുവരെ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പുലിക്കാട്ടിൽ ചാർലി ഇതുവരെയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരുമിച്ച് പല ഇടങ്ങളിൽ പല കാര്യങ്ങൾക്കായിട്ട് പോയ സമയത്ത് അവൻ്റെ ഫോണിൻ്റെ കണ്ടീഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു ഫോൺ വാങ്ങി കൊടുക്കേണ്ടത് അവന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നി. അങ്ങനെ ഈ തവണ നാട്ടിൽ ചെന്നപ്പോൾ ഒരു സർപ്രൈസ് സമ്മാനം പോലെ അവനെ അറിയിച്ചിരുന്നില്ല. വീട്ടിലേക്ക് സുഹൃത്തുക്കളോടൊപ്പം വരാൻ പറഞ്ഞു. ഞാൻ പോരുന്ന അന്ന് രാവിലെ അവർ വീട്ടിൽ വന്ന് ആ സമയത്ത് അവരൊരു സമ്മാനം പോലെ നൽകിയതാണ്. അവനും എനിക്കും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമായിരുന്നു. അവനെ സംബന്ധിച്ച് ഫോൺ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു സമയമാണ്. അതുമാത്രമല്ല, കുറച്ച് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, റീൽസിലൊക്കെ കമ്പുള്ള ആളും കൂടിയാണ് മഹേഷ്. അതുകൊണ്ട് അവന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമ്മാനം ഇത് തന്നെയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് കഴിഞ്ഞ മാസം നാട്ടിൽ പോയ സമയത്ത് അവന് വേണ്ടി ഇങ്ങനൊരു സർപ്രൈസ് സമ്മാനം വാങ്ങിക്കൊണ്ടുപോയത്. ഞാനത് കൊടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ മഹേഷ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ സർപ്രൈസായിട്ട് ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലും നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്.